പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയെപ്പറ്റി നാഴികക്ക് 40 വട്ടം ഫേസ്ബുക്കിൽ പോസ്റ്റുകളിടുന്ന സുഹൃത്തെ, ഉപ്പള ബായാറിലെ ഈ കാഴ്ച നിങ്ങളൊന്ന് കാണുക. തള്ളിയാൽ പൊളിഞ്ഞു വീഴുന്ന വാതിൽ, പഴകി ദ്രവിച്ച് അകം കാണാവുന്ന ജനാല, ഒന്ന് നിലവിളിച്ചാൽ ഓടിയെത്താൻ ഒരൊറ്റ മനുഷ്യജീവി പോലുമില്ലാത്ത മലഞ്ചെരുവിൽ പാർക്കുന്നത് 21 19 വയസ്സുള്ള 2 പെൺകുട്ടികളാണ്. അവർക്ക് കൂട്ടിന് പുറം ലോകം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഉമ്മയും 80 കഴിഞ്ഞ വല്യമ്മയും മാത്രം. ജസ്റ്റിസ് ഫോർ ജിഷ എന്ന ഹാഷ്ടാഗ് ചെയ്യുന്ന തിരക്കിനിടയിൽ നിങ്ങൾക്ക് സമയമുണ്ടാകുമോ കരളലിയിപ്പിക്കുന്ന, അതിനേക്കാളേറെ പേടിപ്പെടുത്തുന്ന ഈ ജീവിതാവസ്ഥ കണ്ടു നിൽക്കാൻ? ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇന്റീരിയറിന് മോടുകൂട്ടുന്നവർ കണ്ണു തുറന്നു കാണണം 4 പെൺജന്മങ്ങൾ ജീവിക്കുന്ന ഈ കൊച്ചുകൂരയുടെ നൊമ്പരങ്ങൾ. മഴക്കാലം ആസ്വദിക്കാൻ ടൂറുകൾ പ്ലാൻ ചെയ്യുന്ന ന്യൂ ജനറേഷൻ കേൾക്കണം വീടിനകത്തുകൂടി മഴ പെയ്യുന്നതിന്റെ സങ്കടം പറച്ചിൽ. സഹതാപം കൊണ്ട് ഒരു കഥ മെനഞ്ഞെടുക്കുകയല്ല കൂട്ടുകാരാ, ഈ കാഴ്ച നിങ്ങളുടെ ഹൃദയത്തെ തകർത്തു കളയുമെന്ന് തീർച്ചയാണ്. കയറി ചെല്ലുമ്പോഴേക്കും വീർപ്പ് മുട്ടിക്കുന്ന പല ഭാഗങ്ങളും പൊളിഞ്ഞു തുടങ്ങിയ 4 ചുമരുകളെയാണ് ഇവർ വീട് എന്ന് വിളിക്കുന്നത്. മേൽക്കൂരയിലേക്ക് നോക്കുമ്പോൾ ഓടിനിടയിലൂടെ ആകാശം തെളിഞ്ഞു കാണുന്നതാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. തൊട്ടപ്പുറത്ത് വീട്ടുസാധനങ്ങളെല്ലാം തറയിൽ നിരത്തിവെച്ചിരിക്കുന്ന അടുക്കള, കുനിഞ്ഞു മാത്രം പോകാവുന്ന അതിനു മുകളിൽ ഓല കൊണ്ടുള്ള സീലിംഗ്, അടുപ്പ് നാളിക്കത്തിയാൽ കത്തിയമരുമെന്ന് തോന്നിപ്പിക്കുന്ന അന്തരീക്ഷം. എന്നാൽ ഒട്ടും പേടിക്കേണ്ടതില്ല സുഹൃത്തെ, ഞങ്ങൾ പോയ ദിവസം അടുപ്പിൽ തീ പുകഞ്ഞതിന്റെ ചെറിയൊരു അടയാളം പോലും ഉണ്ടായിരുന്നില്ല. യാ അല്ലാഹ്, മിക്ക ദിവസങ്ങളിലും ഈ വീട്ടിലെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരുന്നു. 16 വർഷങ്ങൾ കഴിയുന്നു ആസ്യം എന്ന വൃദ്ധമാതാവിന് ഭർത്താവിന് നഷ്ടപ്പെട്ടിട്ട്. അതിനും 4 വർഷങ്ങൾക്ക് മുമ്പ് മകളായ ബി ഫാത്തിമയ്ക്കും ആൺതുണയില്ലാതായി. കർണാടക സ്വദേശിയായ പള്ളിക്കുഞ്ഞി ജോലി കഴിഞ്ഞ് വന്ന് കിടന്നതാണ്. ആ ഉറക്കിൽ നിന്ന് പിന്നീട് ഒരിക്കലും അയാൾ എഴുന്നേറ്റതേയില്ല. 3 വർഷം മാത്രം നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ പറക്കമുറ്റാത്ത പെൺമക്കളെ അനാഥകളാക്കി അയാൾ പ്രാരാബ്ദങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്ര പോയി. 10ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ, വിവാഹത്തെപ്പറ്റി നിറമുള്ള സ്വപ്നങ്ങളൊന്നുമില്ലാത്ത, നാളുകളെപ്പറ്റി പ്രതീക്ഷകളില്ലാത്ത അവർ 2 പേർ, സെറീനയും ജമീലയും, ദുഃഖങ്ങൾ അനുഭവിച്ചു തീർക്കാനായി ഇവിടെ ഇപ്പോഴും ബാക്കിയുണ്ട്. ദുരവസ്ഥയുടെ ഈ കഥ ഇവിടം കൊണ്ട് തീരുന്നില്ല. ചൊർന്നലിക്കുന്ന ഈ കൂരയ്ക്ക് തന്നെ 30 വർഷങ്ങൾ കഴിഞ്ഞെന്നും 4 സ്ത്രീജന്മങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു കക്കൂസ് ഇവിടെയില്ലെന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പ്രാഥമിക കാര്യങ്ങൾക്കായി കുന്നിൻ ചെരുവിനെ ആശ്രയിക്കേണ്ട ഗതികേടിനെ ഏത് ഭാഷ കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു തരേണ്ടത്? മേൽക്കൂരയില്ലാത്ത പേരിന് മാത്രമുള്ള ഈ മറ പകൽ വെളിച്ചത്തിലും നിങ്ങളെ ഭയപ്പെടുത്തും. ഇതാണ് കൂട്ടുകാരാ ഇവരുടെ കുളിമുറി. നമ്മുടെ വീടിലും കുടുംബത്തിലുമില്ലേ 19 20 വയസ്സിലുമുള്ള പെൺകുട്ടികൾ? അവർക്ക് ഇങ്ങനെയൊരവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? സ്വന്തമായി കിണറില്ലാത്ത ഇവർ ഇടിഞ്ഞു വീഴാറായ വഴിയിലൂടെ വെള്ളം കൊണ്ടുവരുന്ന രംഗം ഏത് മനുഷ്യനെയാണ് കരയിക്കാത്തത്? ആരോഗ്യമുള്ളവർ പോലും ക്ഷീണിച്ചു പോകുന്ന ദുർഘടമായ വഴിയിലൂടെ വേണം മഴയോടൊപ്പം സങ്കടങ്ങളും കോരിച്ചെറിയുന്ന ബായാറിലെ ഈ വീട്ടിലേക്കെത്താൻ. ഇതിലൂടെയാണ് ആസ്യുമ്മ പുറം ലോകത്തേക്ക് നടന്നു പോകുന്നത്. സെറീനയും ജമീലയും പഠനം അവസാനിച്ചതിനു ശേഷം ഒരിക്കൽ പോലും വീടിന് പുറത്തേക്കുള്ള വഴികൾ കണ്ടിട്ടില്ല. ഇവരെ തനിച്ചാക്കി ഉമ്മയായ ബി ഫാത്തിമ ഇവിടേക്കും പോകാറുമില്ല. അല്ലെങ്കിലും പോകാനായി ഇവർക്ക് ഇടങ്ങളൊന്നുമില്ലല്ലോ. വിരുന്നു സൽക്കാരത്തിന്റെ ക്ഷണപത്രവുമായി, വിവാഹാഘോഷത്തിന്റെ കുറിമാനവുമായി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഒരാൾ പോലും ഇവരന്വേഷിച്ചു വന്നിട്ടില്ല. ഒരു ചടങ്ങിലും ഇവർ പങ്കെടുത്തിട്ടില്ല. ഒരു പുതുവസ്ത്രവും എടുത്തണിഞ്ഞിട്ടില്ല. 20 വർഷങ്ങളായി ബി ഫാത്തിമ ബീഡി തെറുക്കുന്നത് കൊണ്ട് മാത്രമാണ് 4 മനുഷ്യർ ഇപ്പോഴും മരിക്കാതെ ജീവിക്കുന്നത്. തുച്ഛ വരുമാനമെന്ന് ആലങ്കാരികമായി പറയുകയല്ല. ആഴ്ചയിൽ കിട്ടുന്ന ശമ്പളം 150 200 രൂപയാണ്. പിന്നെ ആസ്യമ്മയുടെ വാർദ്ധക്യകാല പെൻഷനും. അതിൽ വീട്ടുസാധനങ്ങൾ, കറണ്ട് ബില്ല്, മരുന്ന്. ഇങ്ങനെ കണക്ക് കൂട്ടിയാലാണ് ഈ അക്കങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുക. ചെലവിന് തികയാത്തതിനാൽ 78ാമത്തെ വയസ്സിൽ ബീഡി തെറുക്കാൻ പഠിച്ച ആസ്യമ്മയുടെ നൊമ്പരങ്ങളെ നിങ്ങൾ എന്തു പേരിട്ട് വിളിക്കും? മെയ് മാസത്തിൽ കാലം തെറ്റി വന്ന കാറ്റിൽ ഈ കൂര പകുതിയും തകർന്നു പോയിരുന്നു. ഇത് കണ്ടറിഞ്ഞ് ഏതോ സുമനസ്സുകൾ ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ചോട് മാറ്റിയിട്ട് കൊടുത്തതാണ്. എന്നിട്ടും മേൽക്കൂരയിൽ പുതിയ വിടവുകളുണ്ടാക്കി മഴ പിന്നെയും ഇവരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരെ ഞെട്ടിക്കുന്ന കൊട്ടാരങ്ങൾ പണിത് വീട്ടിലേക്കുള്ള വഴിയിൽ സ്ഥാപിച്ച വലിയ ഗേറ്റുകളുടെ സുരക്ഷിതത്വത്തിൽ കഴിയുമ്പോൾ ഒന്നോർക്കണം, വാതിൽ പോലും പൊളിഞ്ഞുപോയ ബായാറിലെ ഈ കൊച്ചുകൂരയെപ്പറ്റി, അതിനുള്ളിൽ പെൺമക്കളെക്കുറിച്ചോർത്തുറങ്ങാത്ത ഒരുമ്മയുടെ സങ്കടങ്ങളെപ്പറ്റി. കൈനീട്ടി മുമ്പിലെത്തുന്നവരിലേക്ക് നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ഇവരെ കണ്ടെന്ന് വരില്ല. പക്ഷേ കാരുണ്യത്തിന്റെ ഒരു വിളിക്കായി കാതോർത്ത് സെറീനയും ജമീലയും ബി ഫാത്തിമയും ആസ്യമ്മയും നമുക്കിടയിൽ തന്നെയുണ്ട്. ക്യാമറമാൻ ഷബീബ് അമ്രാണിയോടൊപ്പം ഖയ്യൂം മാനിയ, ഈ വിഷൻ ന്യൂസ്.